നമ്മുടെ ആശങ്കകൾ അറിയാനും അവർക്ക് അതുപോലെ നമ്മുടെ പൊതുവായ കാര്യങ്ങൾ മനസ്സിലാക്കാനുമാണ് പൊതുവെ നമ്മൾ ഒരു സമ്മേളനത്തിന് പോകുന്നത്. അതോടൊപ്പം മുരളി സാറിനെ പോലുള്ള ജീനിയസുകൾ വരും ഓരോ സമ്മേളനത്തിൽ. അവരെ നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക പ്രയാസങ്ങൾ കുറച്ച് പൈസ കിട്ടിയാൽ നമുക്ക് മാറും. സാംസ്കാരിക പ്രയാസങ്ങളുണ്ട് ഒരുപാട്. അത് തേച്ചാലും കുളിച്ചാലും പോവാത്ത കാര്യങ്ങളാണ്. അതിന് ഇത്തരത്തിലുള്ള ജീനിയസുകളുടെ വാക്കുകൾ, എഴുത്തുകൾ, പെരുമാറ്റം ഒക്കെ നമുക്ക് വലിയ പ്രചോദനമാകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇത്തരത്തിലുള്ള വേദികളിലേക്ക് ക്ഷണിക്കുന്നത്. നമുക്ക് ഒരു പാട്ട് ഉല്ലസിക്കൽ മാത്രമല്ല, അവരുടെ കാഴ്ചപ്പാട് ഇപ്പം ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ മാറിയിരുന്നു കുറച്ചൊക്കെ. അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിലെ ഒരു റിസോഴ്സാണ്. എഴുതാൻ ഗ്രന്ഥകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിസോഴ്സാണ്. കാഴ്ചയില്ലാത്തവരുടെ ലോകം വേറെയുണ്ട്. അവരുടെ പ്രയാസം നമ്മുടെ പ്രയാസത്തിനേക്കാളും വ്യത്യാസമാണ്. അതിനൊരു പരിഹാരം നൽകുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നൊരു സന്ദേശമാണ് നമ്മൾ ഒരാളിൽ കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നാനാവിധമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 58 വർഷമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ അനിൽകുമാർ യൂത്ത് ഫോറത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ആയപ്പോൾ തോമസ് ഐസക് നമ്മുടെ ധനകാര്യ മന്ത്രിനെ കണ്ടിരുന്നു. ധനകാര്യ മന്ത്രിനെ കണ്ട് അദ്ദേഹം ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടപ്പോഴാണ് കാഴ്ച പദ്ധതി ഇവിടെ വിഭാവന ചെയ്യപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്ക് സ്മാർട്ട് ഫോൺ കൊടുത്തുകൊണ്ട് ഒരു വിപ്ലവം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിലെ ഉന്നതരായ ആളുകളുടെ മനോഭാവം മാറ്റുക എന്നുള്ളത് നമ്മുടെ സമ്മേളനത്തിൻ്റെ ഒരു അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്ഘാടന സമ്മേളനമൊക്കെ വെക്കുന്നത്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം നേരത്തെ ഇവിടെ എത്തി. നമ്മുടെ ആളുകളും ഇത്തിരി പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. മൈക്കിൻ്റെ പ്രയാസം ഒക്കെയാണ് ഒന്ന് വൈകാനുള്ള കാരണം. എങ്കിലും നമ്മുടെ മേഖലയിൽ നിരന്തരമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പൊതുവായ സാഹചര്യം നമ്മുടെ മേഖലയിൽ മാറ്റാൻ സാധിക്കുകയുള്ളൂ. തന്നാലെ വരുന്ന ഒരു മാറ്റമല്ല ഇത് എന്നുകൂടി നാം ഓർക്കേണ്ടതാണ്. ബോധപൂർവം ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നു, സമൂഹത്തിൽ ഇടപഴകിക്കുന്നു. അതിൻ്റെ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ഉദ്ഘാടന ചടങ്ങ് നമ്മുടെ ജില്ലാ ഓഫീസിൽ കുഴിച്ചാൽ വെച്ച് നടന്നു. അവിടെ എത്തിയത് നമ്മുടെ MLA-യും സംസ്ഥാന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് ബോധവൽക്കരണത്തിലൂടെയും നമ്മുടെ ആളുകളുടെ പ്രയാസത്തിലേക്കും ക്ഷണിക്കുമ്പോഴാണ് ഓരോരോ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അദ്ദേഹത്തിന് ഇവിടെ വന്ന മീറ്റിംഗിന് ശേഷം ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് നിവേദനം കൊടുക്കുകയുണ്ടായി. നമ്മുടെ മീറ്റിംഗിൽ ഒരാൾ വരികയാണെങ്കിൽ അവരുടെ മനോഭാവത്തിൽ നമ്മളോടുള്ള ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പൊ 58 വർഷത്തെ പ്രവർത്തനം എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ അത് നിത്യം അനുഭവിക്കപ്പെടുന്ന സംഗതിയാണ്. കണ്ണൂർ ജില്ലയിൽ B.Ed കഴിഞ്ഞ ആളുകളിൽ നിന്ന് തൊഴിലില്ലാത്തവർ വളരെ കുറവാണ്. 50-ലധികം ആളുകൾ കാഴ്ചയില്ലാത്തവർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ കാരണം? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ജോർജ് സാറ് അധ്യാപകനായിരിക്കെ അധ്യാപക വൃത്തി അദ്ദേഹത്തിന് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടതാണ്. അധ്യാപക വൃത്തി അദ്ദേഹത്തിന് സാധ്യമല്ല, കാഴ്ചയില്ലാത്തവർക്ക് സാധ്യമല്ല എന്ന സ്ഥലത്തിൽ നിന്ന് പിരിച്ചുവിട്ട് 900-ഓളം അധ്യാപകര് കാഴ്ചയില്ലാത്തവരായിട്ട് ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് മേഖലയിൽ സംവരണം വന്നു. അവിടെ ടോട്ടൽ ബ്ലൈൻഡ് ആയ ആളെ എടുക്കാൻ ഈ കാഴ്ച നമ്മുടെ എയ്ഡഡ് സമൂഹം അല്ലെങ്കിൽ എയ്ഡഡ് മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. വളരെ സമ്മർദ്ദവും ഒക്കെ കൊണ്ട് മാത്രമേ അത് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമ്മുടെ മേഖലയിൽ നമ്മൾ ജോലി കിട്ടിയ ആളുകൾ അവരുടെ കഴിവ് 6ാം ഇന്ദ്രിയം കൂടി പുറത്തെടുക്കണം. എന്നിട്ട് മാത്രമേ അവരുടെ മേഖലയിൽ അവർക്ക് ശോഭിക്കാൻ കഴിയും. ഒരു ഇന്ദ്രിയം നമുക്കില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അതോടൊപ്പം മറ്റുള്ളവരോടൊപ്പം പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ ഒരു 6ാം ഇന്ദ്രിയം കൂടി നമ്മൾ കയ്യിലെടുക്കണം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ മേഖലയിൽ ആളുകൾ നന്നായിട്ട് വരിക.
നമുക്ക് ഒരു ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു. അൻസാറാണ് തോന്നുന്നത്, കാസർഗോഡ് ജില്ലയിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ ഇന്റർവ്യൂവിന് പല ആളുകളും പോയി. ഇയാൾ മലപ്പുറത്താണ് പോയത്. പല ആളും അദ്ദേഹത്തിൻ്റെ കൂടെ ആളും അമ്മയും അച്ഛനും എല്ലാവരും കൂടി കുടുംബസമേതം പോയവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഇദ്ദേഹം മടി കുത്തി ഒറ്റക്കാണ് ആ സ്കൂളിൽ പോയത്. കാസർഗോഡ് ജില്ലയിൽ അതിനടുത്തുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും ഈ അൻസാറിനെ എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് പേര് മാറിപ്പോയി ക്ഷമിക്കണം, അദ്ദേഹത്തിന് ഇത് കൊടുത്തു, അപ്പോയിൻമെന്റ് കൊടുത്തു. എന്താ കാരണം? അദ്ദേഹം കാസർഗോഡ് മലപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് വന്നു സ്കൂളിൽ കാര്യങ്ങൾ ഇംപ്രസ് ചെയ്യാൻ പറ്റി. അപ്പൊ നമ്മൾക്ക് പല ആൾക്കും മടിയെടുക്കാൻ മടിയുണ്ടാവാം. നമ്മൾ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമൂഹം വിലയിരുത്തും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ നമ്മൾ എല്ലാവരെയും സ്വന്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫെഡറേഷന്റെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് ചെയ്യുന്നത്. വർഷങ്ങളായി നമ്മൾ സ്കൂൾ കിറ്റ് വിതരണം കൊടുക്കുന്നുണ്ട്. അത് ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകളെല്ലാം പഠിക്കാത്തവരായിരുന്നു, പഠിക്കാൻ സാഹചര്യമില്ലായിരുന്നു. അവരെ കുറെ കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് എത്തിയത്. അപ്പോൾ അവര് നമ്മുടെ വർക്ക് സെന്ററുകളിൽ അല്ലെങ്കിൽ തൊഴിൽ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പരിശീലന കേന്ദ്രങ്ങളിൽ വന്ന് വിദ്യാഭ്യാസത്തിന് പകരം ജീവിക്കാൻ പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവർക്കും അന്ന് SSLC എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറെ അവിടെ പോയവർ ലോട്ടറി വിൽപ്പനക്കാരായിട്ടുണ്ട്. കുറച്ച് പേര് SSLC പഠിച്ച് അധ്യാപകരും ജോലിക്കാരായിട്ടുണ്ട്. അപ്പൊ ജീവിക്കാൻ പഠിക്കുകയായിരുന്നു ആദ്യകാലത്തെ നമ്മളെ ട്രെയിനിങ് കൊണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് വിദ്യാഭ്യാസം നേടാത്തതിന്റെ ഒരു പ്രയാസം അവരുടെ മക്കളിലൂടെ ഇന്ന് അവരൊക്കെ നേടിയിട്ടുണ്ട്. അത് നമ്മളുടെ പ്രവർത്തനത്തിന്റെ വേറൊരു മാനാണ്. ഇവിടെ ഉജ്ജ്വല ബാല്യം കിട്ടി എന്ന് പറയുന്ന കുട്ടിയും നമ്മുടെ മെമ്പറുടെ ഒരു മകളാണ്, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മുടെ പ്രവർത്തനം നാനാതരത്തിൽ എത്തുമ്പോൾ സാമൂഹ്യ മൂലധനാണ് നമ്മൾ ആർജിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ നിന്ന് നേടുന്നത് എങ്കിലും ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം അവർക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾ. ഇപ്പൊ നമ്മൾ സ്കൂൾ കിറ്റ് വിതരണം കൊടുക്കുകയാണ്. നമ്മളെ മെമ്പർമാരുടെ കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അത് ആരുടെയോ വിയർപ്പാണ്, ആരുടെയോ ഒക്കെ സമ്പാദ്യമാണ് നമുക്ക് കിട്ടുന്നത്. ഈ സമ്പാദ്യം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ പൈസ ആയിട്ടല്ല കൊടുക്കേണ്ടത്. തിരിച്ച് ഇത്തരത്തിലുള്ള ആളുകളെ അവർക്ക് ഒരു സമ്പാദ്യം അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു നൽകാൻ സാധിക്കുമ്പോൾ കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ മക്കളായാൽ പോലും എവിടുന്ന് കിട്ടുന്ന മാത്രമല്ല നമ്മൾ തിരിച്ചു കൊടുക്കാനും നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് സമ്മേളനം കണ്ണൂർ ജില്ലയിൽ 4 താലൂക്കിൽ 3 താലൂക്ക് കഴിഞ്ഞു ഇന്നത്തോടുകൂടി. ഇനി 27 പയ്യന്നൂർ താലൂക്കുണ്ട്. മറ്റ് ജില്ലകളിൽ താലൂക്കിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുകയുണ്ടായി. അത് നമ്മൾ ബോധപൂർവം മഴക്കാലത്ത് വേണ്ട എന്ന രീതിയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെയ്തത്. ഇന്ന് 3 വർഷത്തെ പ്രവർത്തനമാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഒരു നല്ലൊരു ഭരണസമിതിനെ തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. നല്ല ഭരണസമിതി ഉണ്ടായാൽ നല്ല അണികൾക്ക് ഗുണം കിട്ടും. ഭരണസമിതി മോശമായാൽ അണികൾക്കും കിട്ടൂല. അപ്പൊ നല്ല അണികൾ ഉണ്ടായാൽ നല്ല ഭരണസമിതി വരും. നല്ല ഭരണസമിതി ഉണ്ടായാൽ അണികൾ കൂടും. അത് പരസ്പര പൂരകമാണ്. കാര്യം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾ വരുന്നില്ല എന്ന് പറയാൻ പാടില്ല. വന്ന ആളുകൾ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മൾക്ക് സ്നേഹിക്കുന്നില്ല, നമ്മളെ സഹായിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പരസ്പര പൂരകമായിട്ട് മാത്രമേ ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് കഴിഞ്ഞ് ജില്ലാ സമ്മേളനമാണ്, ജില്ലാ ബോഡി തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. താലൂക്കുകളെ വലിയൊരു ഭാരം ഏൽപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഭാരം ഏൽപ്പിച്ചത്? ഓണക്കിറ്റ് സാധാരണ കണ്ണൂർ താലൂക്ക് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയാണ് പലപ്പോഴും കൊടുക്കുന്നത്. അപ്പൊ ആ കൊടുക്കുന്നതിന് പകരം താലൂക്കുകളെ അത് ഏൽപ്പിച്ചു. 4 താലൂക്കും അത് ഭംഗിയായിട്ട് നടത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ താലൂക്കിന്റെ പ്രവർത്തനത്തിൽ ഒരു നാഴികക്കല്ലുമായി അതോടൊപ്പം താലൂക്ക് തലത്തിൽ ആളുകൾ എത്തിപ്പെടുകയും ചെയ്തു. എല്ലാ താലൂക്കിലും നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരും പയ്യന്നൂരും തമ്മിൽ 2 തരത്തിൽ പിന്നെ ഒരു താലൂക്ക് ഉണ്ടാവുമ്പോൾ 32 ആൾ വരുന്നുണ്ടെങ്കിൽ 2 താലൂക്കായിട്ട് മാറുമ്പോഴും പയ്യന്നൂർ വേറെ കണ്ണൂർ വേറെ വരുമ്പോൾ കണ്ണൂരിലും 38-39 ആണ്. അതുപോലെ പയ്യന്നൂരിലും അത്ര തന്നെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ താലൂക്ക് പ്രവർത്തനം നമ്മുടെ പ്രവർത്തനത്തിന്റെ ചുക്കാൻ ആണ് എന്ന് മനസ്സിലാക്കുകയും
താലൂക്കിനെ അവഗണിക്കാതെ നിങ്ങൾ താലൂക്ക് സമ്മേളനത്തിൽ എന്തായാലും നിർബന്ധമായും എത്തിച്ചേരണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണുള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലാ യൂണിറ്റിന്റെ പ്രവർത്തനത്തിൽ ഓണക്കിറ്റ് നമ്മൾ മാറ്റിയപ്പോൾ ഒരു സെന്റർ, കാഴ്ചയില്ലാത്തവർക്ക് താമസിക്കാനുള്ള ഒരു സെന്റർ രൂപീകരിക്കുക, റിഹാബിലിറ്റേഷൻ സെന്റർ നടത്താം എന്നുള്ള രീതിയിലാണ് ജില്ലാ കമ്മിറ്റിയിലെ ആളുകൾ തുക പിരിച്ചുകൊണ്ട് നടത്തുന്നത്. അതിൻ്റെ തോട്ടടയിൽ ആ പ്രവർത്തനം ആരംഭിച്ചു. അതുപോലെ കുഴിച്ചാലും താമസ സൗകര്യവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ രീതിയിൽ ഉള്ള ഒരു താമസ സൗകര്യം നൽകിക്കൊണ്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. അത് തോട്ടടയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി നിങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ ആളുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ജില്ലാ കമ്മിറ്റി മെമ്പർമാർ വളരെ അധികം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൂടി ഓർമ്മയുള്ളതാണ്. നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ട നമ്മുടെ മുഹമ്മദ് അലി, അദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ടായപ്പോൾ തലശ്ശേരി റോട്ടറി ക്ലബിൽ വെച്ചിട്ടാണ് ഒരു ഇയർഫോൺ ജില്ലാ പ്രസിഡന്റിന്റെ കൂടെ പിന്തുണയുടെ സഹായത്തോടു കൂടി നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പൊ അംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിലും നേതൃത്വത്തോട് പറഞ്ഞ് പരിഹരിക്കാൻ പറ്റി കൂട്ടായി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഘടകമാണ്. ഇപ്പൊ ഉജ്ജ്വല ബാല്യം നേടിയ കുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു അനുബോധം കിട്ടുക എന്നുള്ള വലിയ കാര്യം. മറ്റേ ചെറിയ കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. അവർക്കൊരു തിക്തഫലം ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോ ആ ഒരു ഫലം അവരുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ സംസ്ഥാന സമ്മേളനം ആളുകൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മളെ പല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ കൂടി മനസ്സിലാക്കണം. ഒരു ഭരണകൂടം നമ്മൾ പലപ്പോഴും ആളുകളെ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നതിന് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവാതിരിക്കില്ല. പക്ഷെ രാഷ്ട്രീയക്കാര് വരുമ്പോഴെന്താണ് ഭൗതിക സാഹചര്യം നമുക്ക് കിട്ടും. കൂടുതൽ ഭൗതിക സാഹചര്യം നമുക്ക് കൂടുതൽ കിട്ടും. ജില്ലാ പഞ്ചായത്ത് നമ്മൾ നിരന്തരമായി അവരുമായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഇപ്രാവശ്യം 30 ലക്ഷത്തിന്റെ പദ്ധതി നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്ന്, കഴിഞ്ഞ വർഷം നമ്മൾ 1064 പേർക്ക് മൊബൈൽ ഫോൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ. ഈ വർഷവും അത്തരത്തില് 10 ലക്ഷം രൂപ 1060 പേർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതാണ് ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ പഞ്ചായത്തുകളിൽ അതിന്റെ ഓർഡർ എത്തും. അന്നേരം പരമാവധി ആളുകൾ ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യണം. പഞ്ചായത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം കൊടുത്തതിന്റെ 160 ആളുടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. എങ്കിലും ആ ലിസ്റ്റ് പഞ്ചായത്തിലേക്ക് അയച്ച് അത് റിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫോൺ കിട്ടാത്ത, കഴിഞ്ഞ പോലെ കിട്ടിയവർ കൊടുക്കണമെന്നില്ല, ഫോൺ കിട്ടാത്ത ആളുകൾ നിർബന്ധമായി കൊടുത്ത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം നേടാൻ നമ്മൾ സാധിക്കും. അപ്പൊ പിന്നെ ഒന്ന് പറയാനുള്ളത് സാക്ഷരതാ പ്രവർത്തനമാണ്. മറ്റ് എല്ലാ ജില്ലകളിലും സാക്ഷരതാ പ്രവർത്തനം തുടങ്ങി, അതുപോലെ ഏതാണ്ട് അവസാനിച്ചു. പാലക്കാടാണ് ലേശം ഒന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ കണ്ണൂർ ജില്ലയിൽ നമ്മൾ അതിന്റെ പ്രയാസം നമുക്ക് മനസ്സിലാക്കി. എന്താ കാരണം? പ്രവർത്തനം ഉണ്ടായാൽ മാത്രം പോരാ, അതിന് വേണ്ടുന്ന പൈസ വകയിരുത്തണം. 50,000 രൂപ കൊണ്ട് സാക്ഷരതാ പ്രവർത്തനം നടത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഈ പരിപാടി നടത്താൻ നമ്മൾ കുറച്ച് അതിന് വേണ്ടുന്ന മുന്നൊരുക്കം നടത്തിക്കൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. 10 ലക്ഷം രൂപ അതിനു വേണ്ടി മാറ്റിവെച്ച് മൊബൈൽ ഫോൺ പരിശീലനവും ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയും. ഡിജിറ്റൽ സാക്ഷരതയും അതോടൊപ്പം ബ്രെയിൽ സാക്ഷരതയും ആണ് നമ്മൾ നേടിയെടുത്ത പദ്ധതി. അതും ഒരു നൂതന പദ്ധതിയാണ്. കേരളത്തിൽ ഒരു നൂതന പദ്ധതി എന്ന രീതിയിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് പ്രത്യേകം താല്പര്യമുള്ള പദ്ധതിയാണ്. അതും പെട്ടെന്ന് തന്നെ നടത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഒരു നൂതന കമ്മിറ്റിയുടെ അംഗീകാരം കൂടി കിട്ടാനുണ്ട്. എങ്കിൽ നമുക്കത് നടത്താൻ പറ്റും. അതിലും പരമാവധി ആള് ബ്രെയില് അറിയില്ലെങ്കിലും അതിൽ പങ്കെടുക്കുകയും ബ്രെയില് പഠിക്കുകയും അതോടൊപ്പം ഡിജിറ്റൽ സാക്ഷരതയിലും നമ്മൾ മുന്നോട്ടാക്കണം. പല ആളെയും വിളിച്ചാൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ മോനേടി ഇല്ല, മോൻ ബെർത്ത് എന്നാ പറയാം. ഒരു വോയിസ് മെസ്സേജ് അയക്കാൻ പോലും നമ്മുടെ ആളുകൾ ശക്തരല്ല എന്ന രീതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമാണ്. നമുക്ക്
നമ്മളുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോഴാണ് അതിലൊരു അഭിമാനം തോന്നുന്നത്. വേറെ ആൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൽ അഭിമാനിക്കാൻ പാടില്ല. നമ്മൾ സ്വന്തമായി എല്ലാ കാര്യങ്ങളിലും എൻട്രിച്ച് ആവണം എന്നാണ് ഫെഡറേഷന്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്ത് കുടുംബം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുടുംബം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ പഠിച്ചിട്ടില്ല, കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പം വിദ്യാഭ്യാസ സമ്പന്നരായ ഒരു ജനതയുണ്ട് നമ്മുടെ ഇടയിൽ, അധ്യാപക സമൂഹമുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ കഴിവുകൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ നമുക്ക് നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തോട്ടട സെന്റർ. നമ്മൾ കുഴിച്ചാൽ സെന്റർ നമുക്കറിയാം, അവിടെ 26.5 ലക്ഷമാണ് പ്രവർത്തിച്ചുകൊണ്ടാണ് അവിടെ ഒരു AC ഹാള്, അതോടൊപ്പം 2 റൂം, മറ്റ് താഴെയൊക്കെ ടൈൽസിലോട്ട് ഭംഗിയാക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ തോട്ടടയിലും ഇത്തരത്തിൽ ഏതാണ്ട് 25 ലക്ഷം നമ്മൾ 2 കൊല്ലങ്ങളായി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷവും 10 ലക്ഷം ബാക്കിയുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നേടിയെടുക്കാൻ അറിയിക്കുകയാണ്. അപ്പൊ പഞ്ചായത്തിന്റെ പദ്ധതി നേടിയെടുക്കുക, ഇത്തരത്തിലുള്ള പിന്നെ പബ്ലിക് കാര്യങ്ങൾ നേടിയെടുക്കുക. അതോടൊപ്പം നമ്മളുടെ കഴിവില് നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കൊരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ മെമ്പറാണ് ടിനു സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിന് പറ്റിച്ചു. അവരാണ് അവർ സ്ഥിരം മേടിക്കുന്ന ലോട്ടറിക്കാരൻ. ആ ലോട്ടറിക്കാരൻ പറ്റിച്ചു. അത് വലിയ മുതലാളി കൂടിയാണ്. വലിയ മുതലാളി കൂടിയായിട്ട് അദ്ദേഹത്തിന് പറ്റിച്ചത് അറിയുന്നില്ല. അയാളെ പറ്റിച്ചത് 10-15,000 രൂപയാണ്. പറ്റിച്ചത് അറിയുന്നില്ല. അപ്പൊ അത് അയാളെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അയാൾ നിഷേധിക്കാണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ പോലീസ് പറഞ്ഞത് എന്താണ്? അത് തിരിച്ചു കൊടുത്തത് വളരെ ലാഘവമാണ്. നമുക്ക് നമ്മുടെ മേഖലയിൽ വലിയ നിയമമുണ്ട്, RPD ആക്ട് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഒരുപാട് മേഖലയിൽ ഇവിടെ പിന്നെ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ ഈ നിയമത്തിന്റെ സാധ്യത നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും തിരിച്ചറിയണം. നമ്മുടെ മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ നമ്മളെ എനിക്ക് പോട്ടെ, ഞാൻ സാരമില്ല മിണ്ടാണ്ടിരിക്കുക എന്ന രീതി നിങ്ങൾ ആരും ആവിഷ്കരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേടിയ ഒരു ആനുകൂല്യവും പിന്നീട് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെറിയ പ്രയാസങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ടായാലും അത് നിങ്ങൾ അതിനെ സധൈര്യം നേരിടാൻ ശ്രമിക്കണം. അതോടൊപ്പം അത് പറ്റുന്നില്ലെങ്കിൽ ജില്ലാ താലൂക്ക് സമിതികളുടെ പിന്നെ സഹായം തേടിക്കൊണ്ട് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ വിവേചനത്തിന് എതിരായി നിൽക്കാനുള്ള ഒരു ആർജവം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. ഈ വർഷം ഇലക്ഷൻ ഇയർ ആണെന്ന് പറഞ്ഞു. താലൂക്ക് തമ്മിൽ 3 താലൂക്കുകളുടെ ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. ഇവിടെയും ഇലക്ഷൻ നടക്കുന്നുണ്ട്. ആരും പിന്നോട്ട് നിൽക്കാതെ നല്ല നിങ്ങളുടെ ഒരു ഇലക്ഷൻ നിൽക്കുവാൻ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പൊ വേറെ ആരും കുട്ടികൾ വരട്ടെ, മറ്റാൾ വരട്ടെ എന്ന് പറയും. ഈ ഇലക്ഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് വരുമാനം കൊടുക്കുന്ന സംഗതിയല്ല. ഒരു പ്രസിഡന്റോ സെക്രട്ടറി ആകുമ്പോൾ അവർക്ക് ശമ്പളമില്ല. മറ്റുള്ളവരുടെ സമയം, അവരുടെ സഹായം, അവരുടെ ധനം ഒക്കെ സംഭാവന ചെയ്യുന്ന പോലെ നമ്മുടെ ഭാരവാഹികളാവുന്നവരെന്ത് ചെയ്യുന്നു? അവരുടെ സമയമാണ് നമുക്ക് ദാനമായിട്ട് നൽകുന്നത്, അവരുടെ സൗകര്യമാണ് നമുക്ക് ദാനമായിട്ട് ചെയ്യുന്നത്. അതിന് തയ്യാറാവാൻ നിങ്ങൾ തയ്യാറാവണം. നമ്മുടെ ഒരു സമൂഹമായി നിൽക്കുമ്പോൾ അങ്ങനെ എല്ലാവരും തയ്യാറായാൽ മാത്രമേ നമുക്ക് നമ്മുടെ മേഖലയിൽ പുരോഗതി നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ നല്ലൊരു കമ്മിറ്റി ഉണ്ടാവാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് പിന്നെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തലശ്ശേരി ഇരിട്ടി താലൂക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്ലാഘിക്കുന്നു. എന്താണ് കാരണം? കഴിഞ്ഞ വർഷം 40ഓളം ആളുകൾ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത താലൂക്ക് സമിതിയായിരുന്നു തലശ്ശേരി താലൂക്ക്. അതിന് നമ്മൾ നല്ലൊരു അപ്പോസൽ കൊടുത്തിട്ട് ഇപ്രാവശ്യം ഈ റെഡ് അലർട്ട് ആയതുകൊണ്ട് ആൾ കുറഞ്ഞോ എന്ന് അറിയില്ല. ഇപ്പം എത്ര ആൾ എത്തിയെന്നും പറയാൻ പറ്റില്ല. എന്നാലും 25-ൽ മേലെ ആൾ എത്തിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് ഈ താലൂക്ക് ഇരിട്ടി താലൂക്ക് തലശ്ശേരി ഇരിട്ടി താലൂക്കിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.